Dear students, welcome to a new class on similar triangles. In the last class, we have formed a result. That is, if two triangles get their angles equal, then their sides are scaled by the same factor. എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. തിരിച്ച് പറയുകയാണെങ്കിൽ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഓർ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ, രണ്ട് ട്രയാങ്കിളിന്റെ ഇടക്ക് അവയുടെ സൈഡ്സ് ഒരേ സ്കെയിലിലും മാറുകയാണെന്നുണ്ടെങ്കിൽ ഡു ദെയർ ആംഗിൾസ് ആർ ഈക്വൽ, അവയുടെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമോ എന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള ചിന്ത. അതായത് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഇഫ് ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ദെയർ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. തിരിച്ച് ഇഫ് ടു ട്രയാങ്കിൾസ് ഗെറ്റ് ദെയർ സൈഡ്സ് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ, ഹിയർ വി ആർ ഗോയിങ് ടു പ്രൂവ് ദെയർ ആംഗിൾസ് ആർ ഈക്വൽ. തിരിച്ച് ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫോർ ദിസ് ഹിയർ ഐ ഹാവ് ഡ്രോൺ എ ട്രയാങ്കിൾ. സി നൗ another triangle here I am going such a way that that triangle is obtained by taking sides scaled by the same factor. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 1.5 ടൈംസ് എല്ലാ സൈഡ്സിൻ്റെ 1.5 ടൈംസ് കൊടുത്തിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് ഞാൻ വരയ്ക്കണമെന്ന് സപ്പോസ് ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും 1.5 ടൈംസ് ഇതിനുണ്ട് എന്ന് സപ്പോസ് ചെയ്യാം. അപ്പൊ നമുക്ക് പറയാലോ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. ഇത് ഇങ്ങോട്ടേക്ക് 1.5 ടൈംസ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കും 1.5 ടൈംസ് ആയതാണ്, ഇത് ഇങ്ങോട്ടേക്ക് 1.5 ടൈംസ് ആയതാണ്. അങ്ങനെയാണ് ഇത് വരച്ചതെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇവയുടെ രണ്ടിന്റെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ റിവേഴ്സ് ചിന്ത, അതായത് സൈഡ്സ് സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഡു ദെയർ ആംഗിൾസ് ഈക്വൽ, ദാറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ഇവിടെ ഒരു എ എന്നും ഇവിടെ ഒരു ബി എന്നും ഇതിനൊരു സി എന്നും സപ്പോസ് ചെയ്യണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു 1.5 ടൈംസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 2 ടൈംസ് ആകാം, 3 ടൈംസ് ആകാം, ഏതെങ്കിലും ഒരു ടൈംസ് ആണ് ഇത് എന്ന് സപ്പോസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പാർട്ട് ആണെന്ന് വിചാരിച്ചോളൂ. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു എ ആണെങ്കിൽ ദിസ് വിൽ ബി 1.5 എ എന്നൊക്കെ പറയുന്ന പോലെ ഇഫ് ദിസ് വൺ ഈസ് എ, ദിസ് വൺ ഈസ് കെ എ. കെ എ, ആ കെ എന്ന് പറയുന്നത് ഒരു ടൈംസ് അല്ലെങ്കിൽ പാർട്ട് എന്തോ ആകാം. ഇത് എ ആണെങ്കിൽ ഇതൊരു 2A ആകാം, 3A ആകാം, അല്ലെങ്കിൽ 3.5A ആകാം. അങ്ങനെ ഏതോ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനൊരു എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു കെ എ, ഇത് ബി ആണെങ്കിൽ ഇതൊരു കെ ബി, ഇത് സി ആണെങ്കിൽ ഇതൊരു കെ സി ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. ഇനി ഞാൻ ചെയ്യണത് ഇവിടെ വേറൊരു ട്രയാങ്കിൾ കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഈ ട്രയാങ്കിളിനെ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ആ മാറ്റി വരച്ചതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാൻ പോവാ. ഓക്കെ, എന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലൈനിൽ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പോവാ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടേക്കും, ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ കുത്തിയിട്ട് കോമ്പസിൽ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചോളൂ. ആ ചിത്രം ഇവിടെ വേറെ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് അതിലാണ് ഞാൻ രേഖപ്പെടുത്തിയെന്ന് സപ്പോസ് ചെയ്യാം. എന്താ ചെയ്തത്, ഈ ഡിസ്റ്റൻസ് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു, ഈ ഡിസ്റ്റൻസ് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. നൗ ദീസ് 2 പോയിന്റ്സ് ആർ ഒബ്റ്റൈൻഡ്, ദേ ആർ ജോയിന്റ്. അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു സപ്പോസ് ചെയ്യാം. Let us name this triangle by A, B, C, this one by P, Q, it will be like that. അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ്. നൗ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് എ, ദാറ്റ് എ ഈസ് ദർ ഹിയർ. ഇത് എ ആണ്, ഈ ഡിസ്റ്റൻസ് എ ആണ്. Let us mark it as that as A. See, that one is A. This A. This distance is B. We have taken like that. Now this total distance we know, B to C. This much distance it is KA. Therefore, how much will be this BQ? It will be from KA. A is subtracted. This much distance is KA. From that one, A is subtracted.
that will be this distance PQ. Like that, this total distance is KB. If B is there here, how much will be this one? It will be KB minus B. KB minus B will be that distance. Now let us first find out BQ is to QC. Our ratio എന്താ നമ്മൾ നോക്കുകയാണ്. BQ is to QC. Let us find out that ratio. BQ from the figure we see that it is KA minus A is to, what about QC? QC is A. KA minus A is to A എന്ന് പറഞ്ഞാൽ KA minus A എന്നുള്ളതിൽ A കോമൺ ആണ്. ആ എനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് K minus 1 is to A എന്ന് കിട്ടും. ദറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, എകളെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ K minus 1 ഉണ്ടാവും. K minus 1 is to 1 is the result. അപ്പോൾ BQ is to QCയും AP is to PCയും ഒന്നാണെന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കണം. അപ്പോൾ നമുക്ക് AP is to PC എന്ന് കാണാം. AP is KB minus B is to, now PC is B. What about KB minus B? As we have done in the former case, it is KB into K minus 1 is to B. Now on cancellation of B throughout, it will be K minus 1 is to 1. What do we see? We see here, എന്ത് നമ്മൾ ഇവിടെ കാണുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം BQ is to QC is equal to AP is to PC ആണ്. Why? Both are K minus 1 is to 1. Here it is K minus 1 is to 1. Therefore, BQ is to QC is equal to AP is to PC. That means this one is to this will be equal to AP is to PC എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ സംഭവിക്കേണ്ടതാണ്? അത് PQ വരച്ചിരിക്കുന്നത് ABക്ക് പാരലൽ ആയിട്ടാണെങ്കിൽ, ഓക്കെ, നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ദി ലൈൻ ജോയിനിങ് ടു സൈഡ്സ് ഓഫ് എ 2 പോയിന്റ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ മേക്ക് സെയിം റേഷ്യോ, ഒരേ റേഷ്യോയിലാണ് എങ്കിൽ ദാറ്റ് ലൈൻ വിൽ ബി പാരലൽ ടു തേർഡ് സൈഡ്. തേർഡ് സൈഡിന് പാരലായിട്ട് വരച്ച ലൈന് ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും, ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ലൈന് തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്താണ്. അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? PQ is drawn parallel to AB എന്നാണ്. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ആണെന്ന് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചോളും? ഇതിന് പാരലാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ ഈ ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു, ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ആ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ചപ്പോൾ ഇതിന് പാരലൈറ്റാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദീസ് ടു ആംഗിൾസ്? ദീസ് ടു ആംഗിൾസ് ഷുഡ് ബി കറസ്പോണ്ടിങ് ആംഗിൾസ്. വെൻ two lines are there, this one act as a transversal, corresponding angles should be equal then. Parallel lines നെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് വന്നു കഴിഞ്ഞു. എന്നപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്താൽ കിട്ടുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഈ ട്രയാംഗിളിലെ ഈ രണ്ട് ആംഗിൾസ് തന്നെയാണ് ഇവിടെയുള്ളത് എന്നർത്ഥം. അപ്പൊ എന്താ പറയുന്നത്? ട്രയാങ്കിൾ PQCയും ട്രയാങ്കിൾ ABCയും ആ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആണെന്നല്ലേ? PQCയുടെ രണ്ട് ആംഗിൾ ആണ്, ഒന്ന് ഇവിടെ ഉള്ളത് ഒന്ന് ഇവിടെ ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടാക്കും കോമൺ ആണ്. Therefore, triangle PQC and triangle ABC get equal angle. Triangle PQC and triangle ABC get equal angles. Equal angles. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈ PQCയുടെയും ABCയുടെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് എങ്ങനെ ആയിരിക്കണം? സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറണം. അത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത സ്ഥലത്തെത്തിയില്ലേ? അതായത് ഇഫ് ആംഗിൾസ് ആർ ഈക്വൽ ദെൻ സൈഡ്സ് ഷുഡ് ബി സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. നമ്മൾ ഇവിടെ ഇപ്പൊ ഈ വന്നിട്ടുള്ള ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് A ആണ്. നമ്മൾ ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടോ അത്ര ഇവിടെ മാർക്ക് ചെയ്യാണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ വൺ സൈഡ് A ആണ്. അതേസമയത്ത് വലിയ ട്രയാങ്കിളിന്റെ വൺ സൈഡ് KA ആണ്. അപ്പോൾ ഈ സൈഡും തമ്മിലുള്ള റേഷ്യോ 1A:KA അല്ലെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ K ടൈംസ് ആണ് ഇതിനുള്ളത്. തിരിച്ചു പറഞ്ഞാൽ ഇതിന്റെ 1/kth പാർട്ടാണ് ഇതിനുള്ളത്. ഇത് K ആണെങ്കിൽ ഇത് K ആണെങ്കിൽ ഇത് എത്രയേ ഉള്ളൂ? A ഉള്ളൂ. Therefore KA ന്റെ 1/kth പാർട്ടാണ് A.
എന്ന പോലെ ഇഫ് ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് കെ ബി, ദിസ് വൺ ഈസ് ഓൺലി ബി. ഓക്കെ, അപ്പൊ കെ ബിന്റെ 1/3 പാർട്ട്, 1/3 പാർട്ടാണ്, സോറി 1/kth പാർട്ടാണ് ബി എന്നർത്ഥം. അപ്പൊ രണ്ട് ആംഗിൾസും ഈക്വൽ ആയത്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഇത് ഈ സൈഡിനും സംഭവിച്ചോളണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ദിസ് സൈഡ് ഷുഡ് ബി 1/kth ടൈംസ് ഓഫ് ദിസ് വൺ. കെ സിന്റെ 1/kth എന്ന് പറഞ്ഞാൽ ഇത് സി ആയി മാറണം എന്നർത്ഥം. ഓക്കെ, ഇത് സി ആണെങ്കിൽ ഇത് കെ സി ആയി, ഇതുപോലെ ഇത് എ ആണെങ്കിൽ കെ എ ആയ പോലെ. നമ്മൾ ഇത് ഒരിക്കലും സി ആക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ കെ സിയുടെ 1/kth പാർട്ടാണ് ഇത് എന്നും തിരിച്ചു പറഞ്ഞാൽ ഇതിന്റെ കെ ടൈംസ് ആണ് ഇതിന് കിട്ടുക എന്നും മനസ്സിലായി. അപ്പോൾ എയും ബിയും ഓൾറെഡി നമ്മൾ ഇവിടെ ഈക്വൽ ആക്കാൻ ശ്രമിച്ചു ഈ ട്രയാങ്കിളിൽ. അപ്പോൾ സി ഓട്ടോമാറ്റിക്കലി അവിടെ വരിക ചെയ്തത്. അപ്പൊ എന്താ മനസ്സിലാവുന്നത്? ഈ ഇപ്പൊ കിട്ടിയ ട്രയാങ്കിളിന്റെ സൈഡ്സ് എ ബി സി. ഓക്കെ, അതേ സൈഡ്സ് ആണ് നമ്മൾ ആദ്യം പരിഗണിച്ച ഈ ട്രയാങ്കിളിനും എ ബി സിക്കും ഉള്ളത്. രണ്ട് ട്രയാങ്കിളിന്റെയും സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ഓർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാൻ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇഫ് ടു ട്രയാങ്കിൾസ് ഗെറ്റ് ഓൾ സൈഡ്സ് ഈക്വൽ ദേ ആർ കോൺഗ്രുവന്റ്. ഇതിനെ പിടിച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചാൽ കൃത്യമായി ചേർന്ന് നിൽക്കും. അങ്ങനെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ മീൻ ഇറ്റ് ഈസ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. ദേ ആർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ മീൻ their all angles are equal എന്ന് പറഞ്ഞാൽ ഇതിന്റെ 3 ആംഗിൾസ് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് തന്നെ ആയിരിക്കണം. ഇതിന്റെ ആംഗിൾസ് ഇതിൻ്റെതാണ്, ഇതിന്റെ ആംഗിൾസ് ഈ വലുതിൻ്റെതാണ്, ഈ വലുതിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ആംഗിൾസ് തന്നെയാണ് ഇതിനുള്ളത്, ഇതിന്റെ ആംഗിൾസ് ആണ് ഇതിനുള്ളത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആംഗിൾസ് ആണ് ഇതിനുള്ളത് എന്ന് വന്നു. റെഡി? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സൈഡ്സ്, ഇതിന്റെ സൈഡ്സ് ഇങ്ങോട്ടേക്ക് ഒരേ സ്കെയിലിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അതേ ആംഗിൾസ് ആയിരിക്കണം ഇതിനും ഉണ്ടാകേണ്ടത്. അപ്പൊ നമുക്ക് ആ റിസൾട്ടിൽ എത്തിക്കഴിഞ്ഞു. വി നീഡ് ഓൺലി ടു റൈറ്റ് ദാറ്റ് വൺ. അപ്പൊ ഞാൻ നിങ്ങൾ നോട്ടിൽ ഈ നിയമങ്ങൾ മൊത്തം എഴുതിപ്പിക്കണില്ല, ഈ ചിത്രമൊന്നും വരപ്പിക്കണില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാം. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ എക്സാം. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ആസ്ക്, but it is explained in your textbook as I have explained. You can read your textbook. For exam, this proof will not be asked, but you have to understand, you have to write in your notebook this result. ആ റിസൾട്ട് നമുക്ക് എഴുതാം നോട്ടിൽ. ഓക്കെ, ഇതിന്റെ റിസൾട്ടിലേക്ക് എത്തിയ വഴി കമ്പൽസറി അല്ല, റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് എത്തിയ വഴി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കേണ്ടി വന്നാൽ നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൾ ദീസ് നോട്ട്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. അതർവൈസ് യു നീഡ് ഓൺലി ടു റൈറ്റ് ദി റിസൾട്ട് ഹിയർ വി ആർ ഗോയിങ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. Here the result we obtained. If sides of a triangle are scaled by the same scale factor to another triangle, then their angles are equal. That means if there exists a triangle such that its sides are A, B, C and all the sides are scaled by the same factor, mean all the sides are like that K A, K B, K C, and so the sides are scaled by the same factor, then we see these two triangles get angles equal. That result is written here. You have to write such a result and put that one in a box. Okay. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഞാൻ ഈ ട്രയാങ്കിളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സി ദി ട്രയാങ്കിൾസ്, ദേ ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ. നമുക്ക് ഇവയുടെ ഏരിയകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിന്റെ ഏരിയ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ പെർപെൻഡിക്കുലർ ഫ്രം ദിസ് വെർട്ടെക്സ് ടു base. Like that here also we have to drop a perpendicular from here to this base. We are taking this one as the basis of the triangle. Now we can discuss about their areas. രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് സെയിം സ്കെയിൽ ഫാക്ടറിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഏരിയക്ക് ഒരു റിലേഷൻ ഉണ്ട്, അതും കൂടി അറിയണം നമ്മൾ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ സീ ദീസ് ടു സ്മോളർ ട്രയാങ്കിൾസ്. ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഹിയർ വി ഹാവ് ഡ്രോൺ പെർപെൻഡിക്കുലർ മീൻ ദിസ് ആംഗിൾ ഈസ് നൗ 90 degree. This one also 90 degree. Okay, these two angles are already equal. Why they are equal? Because we have found their sides are scaled by same factor, mean angles are equal, mean these two angles are equal now. Now this one 90 degree, these two angles are equal. When we consider these two smaller right triangles, their third angles also should be
ഈക്വൽ. ഈ ആംഗിൾ തന്നെ ആയിരിക്കണം ഇതിനുണ്ടാകേണ്ടത്. ഓക്കെ, അത് ഉറപ്പല്ലേ? കാരണം ടോട്ടൽ 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇത് രണ്ടും കൂടി അതേ മെഷറാണ് കൂടി ആവുക. ആൻഡ് സോ ദ റിമെയിൻ വിൽ ബി ദർ ഹിയർ ഫോർ ദീസ് ടു. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഇതിന്റെ 3 സൈഡ്സ് ആയിട്ട് ഈക്വൽ ആണ്. സോറി, ഇതിന്റെ 3 ആംഗിൾസുമായിട്ട് ഈക്വൽ ആണ്. എല്ലാ ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച നിയമപ്രകാരം their sides are scaled by the same factor. എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇവിടുന്ന് ഏത് റേറ്റിലാണോ ഇങ്ങോട്ടേക്ക് മാറിയത്, ഓർ വാട്ട് സ്കെയിൽ ഫാക്ടർ ഈസ് ദർ ബിറ്റ്വീൻ ദീസ് ടു, ദി സെയിം സ്കെയിൽ ഫാക്ടർ ഷുഡ് ബി ബിറ്റ്വീൻ ദീസ് ടു. ഈ ഹൈറ്റുകൾ തമ്മിലും ആ സ്കെയിൽ ഫാക്ടർ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇഫ് ഐ സപ്പോസ് ദിസ് വൺ ബൈ എച്ച്, അപ്പൊ സി കെ സി ആയ പോലെ എച്ച് ഷുഡ് ബി ബിക്കം കെ എച്ച്. അത് ഇതിന് സംഭവിക്കണം. ബിക്കോസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇഫ് ദിസ് വൺ ഇസ് എച്ച്, വാട്ട് എവർ ബി ഇറ്റ്സ് ഹൈറ്റ്, അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കെ എച്ച് ആയിരിക്കണം. കാരണം സി ഇങ്ങോട്ടേക്ക് കെ സി ഇട്ടുണ്ടെങ്കിൽ എച്ച് ഇങ്ങോട്ടേക്ക് കെ എച്ച് ആയിരിക്കണം. നൗ സി ദി സ്മോളർ ട്രയാങ്കിൾസ് ഏരിയ, ദിസ് വൺ, ഇതിന്റെ ഏരിയ നമ്മൾ കാണാൻ പോവാം. ഏരിയ ഈസ് ഈക്വൽ ടു area of that triangle is equal to half into its base is a, half height is h, half ah, that's equal to half ah എന്നുള്ള റിസൾട്ട് തന്നെ. ഇനി ഇവിടുന്ന് നമുക്ക് ഏരിയ എന്താന്ന് പറയാം. ഇതിന്റെ ഏരിയ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു, ഈ ട്രയാങ്കിളിന്റെ ഏരിയ നോക്കി പറയുള്ളൂ, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി, ഇറ്റ്സ് ബേസ് ഈസ് കെ എ, ഇറ്റ്സ് ഹൈറ്റ് ഈസ് കെ എച്ച്. ദെയർഫോർ ഹാഫിനെയും എനെയും എച്ചിനും ഒന്നിച്ച് എഴുതി, ഈ എയും ഈ എച്ചും എഴുതി. ഇനി എന്താണ് എഴുതാനുള്ളത്? ഇൻറ്റു കെ ഉണ്ട്, കെ സ്ക്വയർ ആയി. എന്താ മനസ്സിലാവുന്നത്? ഇഫ് ഹിയർ ദിസ് വൺ ഈസ് എ നമ്പർ, ദി സെയിം നമ്പർ ഈസ് ദർ ഹിയർ ഓൾസോ, ബട്ട് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കെ സ്ക്വയർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദിസ് എ ഈസ് ഹിയർ ഇറ്റ് ഈസ് 2a, കെക്ക് പകരം 2a എന്ന് വിചാരിച്ചോളൂ. എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ഡബിൾ ആണ് ഇതിനുള്ളതെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എവരി സൈഡ്സ് ആർ ഡബിൾഡ് ഹിയർ. ഇവിടെയുള്ള എല്ലാ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെയും ഡബിൾ ആണ് ഇവിടെ ഉള്ളത് എങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്ത പോകല് ഏരിയ ഡബിൾ ആയി മാറുമെന്ന. പക്ഷേ എന്താ പറയുന്നത്? ദിസ് വൺസ് ഏരിയ വിൽ ബി വാട്ട് എവർ ബി ദർ ഹിയർ, ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ കെ സ്ക്വയർ. That means k here it is 2. ഇതിന്റെ ഡബിൾ ആണ് ആയിരുന്നെങ്കിൽ k square will be 2 square will be 4. That means 4 times of this one mean it is the area of this one. 4 times of this one is the area of this triangle. If this side change here to 3 times, at that time the area change will be 3 square 9 times. If a change here 4a, ഇവിടെ ഇങ്ങോട്ടേക്കുള്ള മാറ്റം 4 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ ദി ഏരിയ വിൽ ഇൻക്രീസ് ടു 4 സ്ക്വയർ 16 ടൈംസ്. അതല്ല ഇപ്പോൾ ഈ പറയുന്നത്. കെ ഇങ്ങോട്ടേക്കുള്ള റേറ്റ് കെ എ ആകുമ്പോൾ കെ സ്ക്വയർ ടൈംസ് ആയിരിക്കും. പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് 4 ടൈംസ് ദാറ്റ് ഈ 4 സ്ക്വയർ 16 ടൈംസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സ്കെയിൽ ഫാക്ടർ എന്താണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും ഏരിയക്ക് സംഭവിക്കുന്ന സ്കെയിൽ ഫാക്ടർ. ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതിന്റെ സ്ക്വയർ ഫാക്ടർ ആയിരിക്കും, സ്ക്വയർ ആയിരിക്കും. Okay, and so let us write that result in a box. If the sides of two triangles are scaled by the same factor, അതായത് ഇങ്ങോട്ടേക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഒരേ റേറ്റിൽ മാറുന്നുണ്ടെങ്കിൽ what we see, their area will change to square of that scale factor. അപ്പം ഏരിയ ചേഞ്ച് സ്ക്വയർ ഓഫ് ദി സ്കെയിൽ ഫാക്ടറിലായിരിക്കും മാറുക എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. Okay, you can draw these two figure and this much explanation that at last this result in a box. ഞാൻ ഈ ട്രയാങ്കിളിനെ നിങ്ങോട്ട് മാറ്റി വരികയാണ്. ഈ റിസൾട്ട് നമുക്ക് വേറൊരു രീതിയിലും കൂടി അനലൈസ് ചെയ്യാം. പ്രോബ്ലത്തിന് നമുക്കത് വേണ്ടി വരും. ലെറ്റ് ദിസ് ട്രയാങ്കിൾ ലെറ്റ് us name it as എ ബി സി. ദിസ് വൺ ബൈ പി ക്യു ആർ ആൻഡ് എ ഡി ആൻഡ് പി എസ് ആർ ദി പെർപെൻഡിക്കുലേഴ്സ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ. At that time we are going to tell what about is the areas of these two triangles. നമ്മളുടെ ഇവിടെ assumption this triangle and this one, their sides are scaled by the same factor. അങ്ങനെ സപ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സൈഡ്സ് മാറിയത് ഒരേ റേറ്റിലായി നിൽക്കുന്നുണ്ടെങ്കിൽ അവയുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോനെ പറ്റിയാണ് നമ്മുടെ ചർച്ച. അങ്ങനെയാണെങ്കിൽ
ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് ഈ റിസൾട്ട് ആയിരിക്കും, ഇനി ഉണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് ആയിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ വിൽ ബി വാട്ട്? വെൻ വി കൺസിഡർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഇറ്റ്സ് എ ബി സി വിൽ ബി ഇറ്റ്സ് ഹാഫ് വി എച്ച്. Its half VH will be half into its base is BC and its height is H, let us denote it by AD, divided by area of triangle PQR. Its half VH will be its half into QR, let us take it as its base, and height is PS. That's equal to halves can be cancelled. Therefore, it is BC by QR. BC by QR into AD by PS. That's equal to, what about BC by QR? BC by QR. നമ്മുടെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഇങ്ങോട്ടേക്ക് ഒരേ റേറ്റിലാണ് മാറിയത്. ബൈ വാട്ട് റേറ്റ്? ബി സി ബൈ ക്യു ആർ. അത് സ്കെയിൽ ഫാക്ടറാണ്, സൈഡ്സിൻ്റെ സ്കെയിൽ ഫാക്ടറാണ് ബി സി ബൈ ക്യു ആർ. ബി സി ബൈ ക്യു ആർ ഏത് റേറ്റിലാണോ അല്ലെങ്കിൽ എന്ത് ആൻസറാണോ കിട്ടുക അതേ ആൻസർ ആയിരിക്കും എ ബി ബൈ പി ക്യൂരും കിട്ടുക. നമ്മൾ അങ്ങനെയാണ് assumption. Therefore, BC by QR can be substituted by AB by PQ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. It will be AB by PQ. AB by PQ അല്ലേ? BC by QR എന്നുള്ള ആൻസർ ആയിരിക്കും AB by PQ നും കിട്ടുക. Now we need to write AD by PS. Look at AD and PS. Before that, these two smaller right triangles get equal angles. ഈ രണ്ട് സ്മോളർ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ആംഗിൾ ആണ് ഇവിടെ ഉള്ളത്, ഇത് 90 ആണ്, ഇത് 90 ആണ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് വിൽ ചേഞ്ച് ഇൻ ടു ദിസ് സെയിം സ്കെയിൽ ഫാക്ടർ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഒരേ സ്കെയിൽ ഫാക്ടറിൽ മാറും. തിരിച്ച് സൈഡ്സ് ഒരേ സ്കെയിൽ ഫാക്ടറിലാണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെന്നും കണ്ടു. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സൈഡ്സ് ഒരേ സ്കെയിൽ ഫാക്ടറിൽ മാറണം എന്ന് പറഞ്ഞാൽ എ ഡി ബൈ പി എസ് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ്സ് തമ്മിലുള്ള സ്കെയിൽ ഫാക്ടർ. ഇത് എത്ര ടൈംസ് ആയിട്ടാണ് ഇങ്ങോട്ട് മാറിയത് എന്നാണ് പറയുന്നത്. അതേ ഫാക്ടർ ആയിരിക്കും എ ബി ബൈ പി ക്യൂനും കിട്ടുക. ദെർഫോർ എ ഡി ബൈ പി എസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. എ ഡി ആൻഡ് ബൈ പി എസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻ ബൈ എ ബി ബൈ പി ക്യൂ. വീണ്ടും എ ബി ബൈ പി ക്യൂവിനെ കൊണ്ട് തന്നെ മറ്റേ റേഷ്യോയും പറയാം. എ ബി ബൈ പി ക്യൂ ഉപയോഗിച്ച് തന്നെ മറ്റൊന്നും പറയാം. ദറ്റ്സ് ഈക്വൽ ടു എ ബി ബൈ പി ക്യൂ ഇൻറ്റു എ ബി ബൈ പി ക്യൂ. എ ബി ഇൻറ്റു എ ബി വിൽ ബി എ ബി സ്ക്വയർഡ്. എ ബി സ്ക്വയർഡ്. ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ട് കിട്ടുകയാണ്. പി ക്യൂ ഇൻറ്റു പി ക്യൂ വിൽ ബി പി ക്യൂ സ്ക്വയർഡ്. നമ്മൾ പ്രോബ്ലത്തിന് ഇങ്ങനെ ചെയ്യാം. അതായത് when we consider these two triangles, if their angles are equal, angles equal ആണെങ്കിലും സൈഡ്സ് ഒരേ സ്കെയിൽ ഫാക്ടറിൽ മാറുകയാണെങ്കിലും രണ്ടും പറയാം. അതായത് ഒന്നുണ്ടെങ്കിൽ മറ്റുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇഫ് ദി സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ, ഇഫ് ടു ട്രയാങ്കിൾസ് lies like that, their sides are scaled by the same factor, then the ratio of their areas is in the ratio of the squares of their corresponding sides. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയകൾ തമ്മിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ റേഷ്യോയിലാണ്. എ ബിൻ്റെ സ്ക്വയറും പി ക്യൂവിൻ്റെ സ്ക്വയറും തമ്മിലുള്ള റേഷ്യോ എന്താണോ ആ റേഷ്യോയിലായിരിക്കും ഇവയുടെ ഏരിയകൾ തമ്മിലുണ്ടാവുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇവിടെ എ ബി സ്ക്വയർ ബൈ പി ക്യൂ സ്ക്വയർ എന്നുള്ളതിന് പകരം എ ബി ബൈ പി ക്യൂ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എ ബി ബൈ പി ക്യൂ എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ സൈഡ്സിൻ്റെ സ്കെയിൽ ഫാക്ടറാണ്. സൈഡ്സിൻ്റെ സ്കെയിൽ ഫാക്ടറിൻ്റെ സ്ക്വയർ എന്നാവും. അതല്ലേ നേരത്തെ പറഞ്ഞ കെ സ്ക്വയർ. അപ്പം നേരത്തെ കിട്ടിയ ബോക്സിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഈ റിസൾട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, ഇപ്പം എഴുതിയതിനെ നമുക്ക് ഇങ്ങനെ പറയാം. സി, ഇഫ് സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ, അതിന് പകരം ഇഫ് ആംഗിൾസ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാലും മതി. ദെൻ their areas are in the ratio of the squares of the corresponding sides. Areas are in the ratio of the squares of corresponding sides. I think that you have understood. Now that result you need to write in your notebook. Okay, first of all write these steps in your notebook. After that this result in your notebook. Okay, ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദീസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എനിവേ ലെറ്റ് us conclude now. Thank you all.